എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം ഇത് എങ്ങോട്ട്? കേരളം എന്ന് കേൾക്കുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട്, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളാണ് മനസ്സിൽ കടന്നു വരുന്നത്. പക്ഷെ ഇന്ന് കേരളം എന്ന് പറയുമ്പോൾ അഴിമതിയുടെ, സ്ത്രീ സുരക്ഷയിൽ വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെയാണ് ഓർമ്മ വരിക. എവിടെയാണ് നമുക്ക് പിഴച്ചത്? ആദ്യം തുടങ്ങേണ്ടത് നാം വോട്ട് നൽകി നമ്മളെ ഭരിക്കാനായി അധികാര കസേരകളിൽ ഇരിക്കുന്ന അധികാരികളിൽ നിന്നും തുടങ്ങണം. സാധാരണക്കാരന്റെ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളിൽ അതിശക്തമായ സമരമുറകളിലൂടെ അവയെ പിടിച്ചെടുത്തിരുന്ന രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്ന ഈ മണ്ണിന്റെ ഇന്നത്തെ രാഷ്ട്രീയാവസ്ഥ പരിതാപകരം ആയിരിക്കുകയാണ്. രാഷ്ട്രീയ ചേരിപ്പോരിലൂടെ ഒരു വിഭാഗത്തെ നശിപ്പിക്കുക എന്നതല്ല രാഷ്ട്രീയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക എന്നതും രാഷ്ട്രീയമാണ്. പക്ഷെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന വിധേയനെ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് മത്സരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നേതാക്കൾ. ജനസേവനം എന്നതിനപ്പുറം മറുവശത്ത് നിൽക്കുന്ന പാർട്ടിയെ എങ്ങനെ തകർക്കാം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയം. ഏതെങ്കിലും പരമ്പരാഗതമായ ഒരു നിർവചനത്തിന്റെ തടവറയിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട വാക്കല്ല രാഷ്ട്രീയം എന്നത് നമുക്ക് വേണമെങ്കിൽ അതിശയോക്തി പറയാം. രാഷ്ട്രീയമില്ലാത്ത ഒരു കവിതയോ കഥയോ മനുഷ്യന് ഉണ്ടാവുക അത്ര എളുപ്പമല്ല. എല്ലാ കഥകൾക്കും രാഷ്ട്രീയമുണ്ട്, എല്ലാ കവിതകൾക്കും രാഷ്ട്രീയമുണ്ട്, എല്ലാ മനുഷ്യർക്കും രാഷ്ട്രീയമുണ്ട്. അത് ശരിയായി തിരിച്ചറിയപ്പെടുന്നുണ്ടോ എന്നത് മറ്റൊരു പ്രശ്നമാണ്. ചതി, വഞ്ചന, കൊലപാതകം, അധികാരക്കൊതി, കുതികാൽ വെട്ടൽ, പണമുണ്ടാക്കൽ, സ്വജനപക്ഷപാതം, മാർച്ചുകൾ, വഴിതടയൽ സമരങ്ങൾ, ഹർത്താലുകൾ, പിടിച്ചുപറി, അഴിമതിക്ക് കൂട്ടുനിൽക്കൽ, നിയമ ലംഘനങ്ങൾക്ക് ഒത്താശ ചെയ്യൽ, കച്ചവട സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കൽ, ഇങ്ങനെ നീണ്ടുപോകുന്നു നിലവിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ. ഇതിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒന്നാണ് ജനസേവനം. പാർട്ടികൾ ഫ്ലെക്സ് ബോർഡുകളിലൂടെ നേതാക്കന്മാരെ ജനങ്ങളിലേക്ക് കെട്ടിയിറക്കുന്നു. ഇതിൽ നിന്നും തന്നെ അറിയാൻ കഴിയുന്ന ഒന്നാണ് സാധാരണ ജനങ്ങളെ നിലവിലെ രാഷ്ട്രീയ ഭൂപടത്തിലെ വോട്ട് ചെയ്യുന്ന ഒന്നായി മാത്രം മാറ്റിയിരിക്കുകയാണ്. വോട്ട് നേടിയാൽ പിന്നെ കുനിഞ്ഞു നിന്ന് വോട്ട് ചോദിച്ചവനും തിരിഞ്ഞങ്ങ് നടക്കുമല്ലോ. ഭരണപക്ഷം ചെയ്യുന്നതിനെ എല്ലാം എതിർക്കുക എന്ന ഒറ്റ അജണ്ടയിലേക്ക് പ്രതിപക്ഷം ചുരുങ്ങിയിരിക്കുന്നു. കേരളത്തിലാണെങ്കിൽ മുന്നണി ഭരണങ്ങൾ മാറി മാറി വരുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും പരസ്പര സഹായ സഹകരണമാണ്. പോലീസിനെ നിർജീവമാക്കൽ, ജയിലിൽ സുഖ സൗകര്യങ്ങൾ ഒരുക്കൽ, ഒത്തുതീർപ്പ് സമരങ്ങൾ, ഇങ്ങനെ പോകുന്നു രാഷ്ട്രീയ സേവനം. അതുപോലെ ഭരണപക്ഷത്തിന്റെ എന്തെങ്കിലും നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ മുമ്പുള്ളവർ ഇത് തന്നെ ആയിരുന്നല്ലോ നടത്തിയതെന്ന വിശദീകരണത്തിൽ അവരതങ്ങ് ഒതുക്കും. നേരത്തെ ചെയ്തിരുന്നവർ ചെയ്തൊരു തെറ്റിനെ തിരുത്താൻ ഇവിടെ ആരും തയ്യാറാകുന്നില്ല. ജനങ്ങൾ നിസ്സഹായരായി മാറുന്ന അവസ്ഥ. ഇത്തരത്തിലെ എല്ലാ ദുഷ്പ്രവർത്തികൾക്കും രാഷ്ട്രീയം എന്ന ഓമനപ്പേര് നൽകിയിരിക്കുകയാണ് ഈ നേതാക്കന്മാർ. സേവനമാണ് രാഷ്ട്രീയമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ യാതൊരു കണിക പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. സർക്കാർ ഖജനാവും സ്വത്തുക്കളും വീതിച്ചെടുക്കുകയും സർക്കാർ ഭൂമി കമ്മീഷൻ വാങ്ങി മുതൽ മുടക്കുകാരന് തീരെഴുതി നൽകുകയും ചെയ്യുന്നതിലുമായി വികസനത്തെ തളച്ചിടുന്നവൻ തിരിമറികളുടെ അരങ്ങായി രാഷ്ട്രീയ പ്രവർത്തനത്തെ മുതലെടുക്കുകയാണ്. മുതൽ മുടക്കുകാരനെ പ്രീണിപ്പിച്ച് ഖജനാവ് കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കലാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് തെറ്റിദ്ധരിച്ച് ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ നമുക്കിടയിലുണ്ട്. ഭരണവും ഭരണ സംവിധാനങ്ങളും ജനങ്ങൾക്ക് ആശ്വാസം പകരണം. വികസന പ്രവർത്തനങ്ങൾ അതിനുള്ള മാർഗങ്ങളാണ്. ഇതുമൂലം വീണ്ടും ജനങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കരുതേ എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ പണക്കാരന് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് പണമുണ്ടാക്കാൻ പാവപ്പെട്ടവരെ കൊള്ളയടിക്കുന്നതിനും കൂട്ടുനിൽക്കുന്ന സംവിധാനമായി കൂട്ടുകൂടി ജനങ്ങളെ വലയ്ക്കരുതേ. ഇവിടെയാണ് യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ ഉണരേണ്ടത്. അവന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ സ്ഥാനമാനങ്ങളെ ഉപയോഗിക്കാതെ സമൂഹത്തിലെ നാവില്ലാത്തവന്റെ നാവാകാൻ അവന് കഴിയണം. ഉദ്ഘാടകന്റെ റോളിൽ നിന്ന് സേവകന്റെ റോളിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകർ ഉയരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നിലവിലെ AI ക്യാമറയും മോൻസൺ മാവുങ്കലും മറ്റ് അഴിമതി കഥകളും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ
ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഒരിക്കൽ കൂടി എന്താകണം രാഷ്ട്രീയമെന്നും രാഷ്ട്രീയ മൂല്യം മറന്നുപോയ ഒരു കൂട്ടം അധികാര മോഹികൾക്ക് വേണ്ടിയാകട്ടെ ഈ എപ്പിസോഡ്. പുതിയൊരു സാമൂഹ്യ പ്രശ്നവുമായി മറ്റൊരു എപ്പിസോഡുമായി ഞാൻ എത്തുന്നതാകും. നന്ദി. ആശ്രയം സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു. ഒന്നാം സമ്മാനം ഡിയോ സ്കൂട്ടർ, രണ്ടാം സമ്മാനം 32 ഇഞ്ച് LED TV, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, നാലാം സമ്മാനം മൈക്രോവേവ് ഓവൻ, അഞ്ചാം സമ്മാനം 1 ഗ്രാം ഗോൾഡ് കോയിൻ, ആറാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ, ഏഴാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ, എട്ടാം സമ്മാനം കുക്കർ 10 ലിറ്റർ, ഒൻപതാം സമ്മാനം കുക്കർ 5 ലിറ്റർ, പത്താം സമ്മാനം ഡിന്നർ സെറ്റ്. കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ ടൈൽസ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സ്, ഇലക്ട്രിക്കൽസ് എന്നിവ മിതമായ നിരക്കിൽ ഗുണമേന്മ ഉറപ്പുവരുത്തി തിരഞ്ഞെടുക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. മമ്മൂസ്, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്. ഫോൺ നമ്പർ 9953 64940 9544 895983. എല്ലാവിധ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരം. ഓണം പ്രമാണിച്ച് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വൻപൻ ഡിസ്കൗണ്ട്. സന്ദർശിക്കൂ മമ്മൂസ്, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.